അർജുൻ, എന്തൊരു വേഷാടാ ഇത്? അല്ല, നീയാണോ ഇന്നത്തെ കല്യാണ ചെക്കൻ? കല്യാണം കൂടുമ്പോ അതിന് പറ്റിയ വേഷം തന്നെ വേണമല്ലോ. ഇത് മാത്രമല്ല, റിസപ്ഷൻ ഇടാൻ വേറെ ഡ്രസ്സും ഞാൻ കരുതിയിട്ടുണ്ട്. വിളിക്കാത്ത കല്യാണാണെങ്കിലും ആർഭാട് ഒട്ടും കുറച്ചിട്ടില്ലല്ലേ? ഞാൻ ഇവളെ കൊണ്ട് ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാം. എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം. വരൂ. അരേ ഭഗവാൻ, സബ് ദരിദ്രവാസി ലോക് എന്നോട് എന്ത് നീ ചതി ചെയ്തു? ദേവി, ഇവളുടെ വിവാഹം ഇങ്ങനെയൊന്നും നടക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. എങ്കിലും സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് കരുതുക. ഇവൾക്ക് തുണയായി നീ എന്നും ഉണ്ടാവണം. സ്വാമി അങ്ങളും എസ് പി അങ്ങളും എന്റെ സ്വന്തം ആൾക്കാരാ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് ഇൻവിറ്റേഷന്റെ ആവശ്യമില്ല. ഞാൻ കല്യാണം നടത്തി കൊടുക്കേണ്ടവനാ. വെറുതെ തള്ളി മറിക്കണ്ട. നീ വന്നിരിക്കുന്ന ഡ്രൈവർ ആയിട്ടാ. ആയിക്കോട്ടെ, എന്നെ ഒരു ഡ്രൈവറായിട്ടെങ്കിലും വിളിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ പോലും ഇല്ലാത്ത നീ എന്നെ കളിയാക്കണ്ട കേട്ടാ. അതിന് ഞാൻ വന്നിരിക്കുന്ന കല്യാണം കൂടാനല്ലോ, ക്ഷേത്രത്തിൽ തൊഴാനല്ലേ. എന്നെ ഇവിടെ വെച്ച് എസ് പി എങ്കിൽ കണ്ടാലേ ഉറപ്പായിട്ടും കല്യാണത്തിന് വിളിക്കും. സന്തോഷത്തോടെ ഞാൻ പങ്കെടുക്കും. അപ്പ ആര്യനുമായിട്ട് ഞാൻ ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും. അത് കൊള്ളാം. ഈ വേഷത്തിൽ നിന്നെ കണ്ട മെച്ചൂരിറ്റി തോന്നും. അങ്കിള് നിന്റെ മെച്ചൂരിറ്റി ഒന്ന് കാണട്ടെ. നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ എസ് പി അങ്കിളോട് സൂചിപ്പിക്കും. അയ്യോ വേണ്ട വേണ്ട വേണ്ട. തള്ള വൈബിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് നീ ബിൽഡപ്പ് ഇട്ട് എല്ലാം നശിപ്പിക്കും. എന്റെ പേര് പോലും നീ ഒരാളോട് മിണ്ടിപ്പോരുത്. ഞാൻ തൊഴുതിട്ട് വരാം. ആ സമയത്തെ നീ ആര്യൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഓക്കെ. ചേച്ചി എന്തിനാ ഇത്രയും നാരങ്ങകൾ കൊണ്ട് വിളക്ക് കത്തിച്ചത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ എന്റെ ഫ്രണ്ട് ധ്വനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു. കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് അത് മുടങ്ങിപ്പോയി. അതുകൊണ്ടേ കുടിശ്ശിക തീർത്ത് കത്തിച്ചതാ. നീയും പറ്റുമ്പോഴേക്ക് ഈ വഴിപാട് നടത്തണം. ദീർഘമാംഗല്യത്തിന് വേണ്ടിയും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കണം.
എവിടെയായിരുന്നാലും എനിക്ക് വേണ്ടി ഈ വെള്ളിയാഴ്ച നീ നാരങ്ങാവിളക്ക് കത്തിക്കുന്നുണ്ടാവും എനിക്കറിയാം ശില്പേ. അതുകൊണ്ട് നീ പോലും അറിയാതെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനും ഇത് ചെയ്യും. ദേവി, അവൾ എവിടെയായിരുന്നാലും അവൾക്ക് നല്ലത് വരുത്തണേ. ഞങ്ങളെ തൊഴുതു, നാരങ്ങ വിളക്ക് കൊളുത്തുകയും കീർത്തിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനും പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു മോളെ. ദേവി കാത്തോളൂ. ആ, ഇനി ആരും ഇവളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോളെ പുളിങ്കൊമ്പ് നോക്കിയാ പിടിച്ചേ. ദൈവത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇവള് വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞു. അതെ, നീ നിന്റെ കാര്യം നോക്കിയാ മതി കേട്ടോ. ഗോപേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്. ക്ഷേത്രത്തിൽ മാല കെട്ടിയും പൂജാ സാധനങ്ങളും വിറ്റും ജീവിക്കുന്നവരാ നമ്മള്. ദൈവദോഷം വരുത്തി വെക്കരുത്. അമ്പലവാസി ആയതുകൊണ്ടേ എനിക്ക് ഈ ദൈവത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. നമ്മളെ പോലെ ചിലർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച സിസ്റ്റമായത് അമ്പലവും ഈ കിടിപിടിയും ഒക്കെ. ഇനി ആടി ഞാനൊരു രാജാവിനെ പോലെ ജീവിക്കാൻ പോകുന്നേ. നോക്കിക്കോ. भैया, शादी वाले लोग आए हैं। എന്താ ഫാമിലി ആയിട്ടൊരു ചർച്ച? ഇതാ ഞാൻ പറഞ്ഞ SP അങ്കിൾ. കൂടെയുള്ളത് സ്വാമി അങ്കിൾ. സത്യ, താനോ?